നേരത്തെ എഴുന്നേൽക്കുന്നത് എനിക്ക് ശീലമായി. രാവിലെ നടക്കുന്നത് അവൾക്ക് ശീലമായി വരുന്നു. ഇങ്ങനെ ഒരു കാര്യം, നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശീലമായി വരുന്നു, ശീലമായി, ശീലമാവും എന്നൊക്കെ പറയില്ലേ? നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നതല്ലേ? ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസ് ആണ് ഗെറ്റ് യൂസ്ഡ് ടു. ഗെറ്റ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ബിക്കം ഫെമിലിയർ വിത്ത് എന്നാണ്. ഒരു കാര്യം ആദ്യമൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ അൺഫെമിലിയർ ആയിരിക്കും, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും അത് ചെയ്യാൻ. പക്ഷേ പിന്നീട് പരിചയിച്ച് കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ശീലമാവും. ആദ്യത്തെ ആ ബുദ്ധിമുട്ടൊക്കെ മാറും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഗെറ്റ് യൂസ്ഡ് ടു എന്നുപയോഗിക്കുന്നത്. ഏത് ടെൻസിൽ വേണമെങ്കിലും ഇതുപയോഗിക്കാം. മോഡൽ വേർബ്സിൻ്റെ കൂടെ ഉപയോഗിക്കാം. ഗെറ്റ് യൂസ്ഡ് ടു കഴിഞ്ഞാൽ ഒരു നൗൺ ഉപയോഗിക്കാം നമുക്ക്, അതല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ജെറണ്ട് ഉപയോഗിക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ. വാക്കിംഗ്, ഡാൻസിങ്, പ്ലേയിങ് എന്നൊക്കെ പറയുന്ന വേർബിൻ്റെ കൂടെ ING ചേർത്ത് ഉണ്ടാക്കുന്ന രൂപം, അതാണ് ജെറണ്ട്. അപ്പോൾ ഗെറ്റ് യൂസ്ഡ് ടു കഴിഞ്ഞ് ഒരു ജെറണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഓരോന്നായിട്ട് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ദിസ് വർക്ക്. ഈ ജോലിയുമായിട്ട് ഞാൻ ശീലമായി വരുന്നു എന്നാണ്. നോക്കൂ, ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു, അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസാണ്. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ദിസ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വർക്ക് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു വർക്കിംഗ് ലേറ്റ്. താമസിച്ച് വർക്ക് ചെയ്യുന്നത്, ലേറ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ശീലമായി വരുന്നു. ഇവിടെ ഗെറ്റിംഗ് യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വർക്കിംഗ് ING ചേർത്ത ഒരു വേർബിൻ്റെ രൂപം, അത് ജെറണ്ട് ആണ്. ഗെറ്റിംഗ് യൂസ്ഡ് ടു പ്ലസ് ജെറണ്ട് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞാലോ, ഇറ്റ് എന്ന ഒരു പ്രോനൗൺ ഉപയോഗിച്ചു. അത് എനിക്ക് ശീലമായി വരുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥ. തണുത്ത കാലാവസ്ഥയുമായിട്ട് എനിക്ക് ശീലമായി വരുന്നു. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ലിവിങ് ഇൻ ദിസ് കോൾഡ് വെതർ. ഈ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്നത് എനിക്ക് ശീലമായി വരുന്നു എന്നായി. ഇവിടെ ലിവിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ദ സിറ്റി ട്രാഫിക്. സിറ്റിയിലെ ട്രാഫിക്കുമായിട്ട് എനിക്ക് ശീലമായി വരുന്നു. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഡ്രൈവിംഗ് ഇൻ ഹെവി ട്രാഫിക്. ഹെവി ആയിട്ടുള്ള വല്ലാത്ത ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് ശീലമായി വരുന്നു. ഐ ആം ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്നാണ് ഈ സെൻറ്റൻസുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത്. ശീലമായി കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ശീലമായി വരുന്നു എന്ന മീനിങ്ങിൽ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണത്. നമുക്ക് ഏത് ടെൻസ് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇനി ശീലമായി എന്നാണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഐ ഗോട്ട് യൂസ്ഡ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞാൽ സിറ്റി ട്രാഫിക്കുമായിട്ട് എനിക്ക് ശീലമായി. ഇനി ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ ഐ വിൽ ഗെറ്റ് യൂസ്ഡ് ടു എന്നുപയോഗിക്കാം. ഐ വിൽ ഗെറ്റ് യൂസ്ഡ് ടു ദ കോൾഡ് വെതർ. തണുത്ത കാലാവസ്ഥയുമായിട്ട് എനിക്ക് ശീലമാവും എന്നായി. ഏത് മോഡൽ വേർബ്സിൻ്റെ ഒപ്പവും നമുക്ക് ഇതുപയോഗിക്കാം. ഷുഡ്, കുഡ്, വുഡ്, മേ, മൈറ്റ് ഇങ്ങനെയുള്ള ഏത് മോഡൽ വേർബ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഷുഡ് ഗെറ്റ് യൂസ്ഡ് ടു ദിസ് ന്യൂ ജോബ്. നോക്കൂ, ഷുഡാണ് ഉപയോഗിച്ചത്. ഈ പുതിയ ജോലിയുമായിട്ട് എനിക്ക് അത് ശീലമാകണം എന്നാണ്. ഐ ഷുഡ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്കത് ശീലമാകണം. അപ്പോൾ ഗെറ്റിംഗ് യൂസ്ഡ് ടു എന്നത് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫ്രേസാണ്. എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതുമാണ്.
കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യുക.